4 തവണ വിജയിച്ചു എന്ന് പറഞ്ഞാൽ 20 വർഷം നിയമസഭയിലെ അംഗമായിരുന്നു അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ, പിണറായി മന്ത്രിസഭയിൽ ശ്രദ്ധേയമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മികച്ച മന്ത്രി എന്ന പേരും ഖ്യാതിയും നേടിയ നേതാവ് കൂടിയാണ്. അപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിനെ പൊതുജനങ്ങൾക്കറിയാവുന്നത് ഇങ്ങനെ 4 തവണ MLA ആയ, 5 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 4 തവണ MLA ആയ, 2 തവണ മന്ത്രിയായ ജി സുധാകരനാണ്. പക്ഷെ അതും അല്ലാതൊരു ചരിത്രം കൂടി ജി സുധാകരനുണ്ട്. എന്താണ് ആ ചരിത്രം? ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു ജി സുധാകരൻ. ആലപ്പുഴയിലെ ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു. ഇനി അതുകൂടാതെ അമ്പലപ്പുഴയിലെ നഗരസഭയിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു പഞ്ചായത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ചാരുമൂടിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വോട്ട് അമ്പലപ്പുഴയിലേക്ക് മാറ്റുകയും അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും അമ്പലപ്പുഴയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, അന്ന് അധികാരം കിട്ടിയില്ല, അന്ന് നഗരസഭയിൽ, അമ്പലപ്പുഴ നഗരസഭയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നമ്മൾ MLA എന്ന നിലയിൽ മാത്രമല്ല, തദ്ദേശ സ്ഥാപനത്തിൽ പോലും അദ്ദേഹം ജില്ലാ കൗൺസിൽ മത്സരിക്കുക കൂടാതെ നഗരസഭയുടെ പ്രതിനിധിയായും പ്രതിപക്ഷ നേതാവായിട്ടും ഇരുന്നിട്ടുണ്ട്. തീർന്നില്ല. കേരള സർവകലാശാലയിൽ 1984 മുതൽ 95 വരെയുള്ള 11 വർഷക്കാലം അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം ആ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന കാലയളവിൽ ഫിനാൻസ് കമ്മിറ്റി എന്ന സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൈകാര്യം ചെയ്തു. സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഫിനാൻസ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ സർവകലാശാലയിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നോക്കി നടത്തുക. അതായത് ആ ഏറ്റവും ഉയർന്ന സിൻഡിക്കേറ്റ് മെമ്പറാണ്. 11 വർഷത്തിൽ 5 വർഷവും. അപ്പോൾ 11 വർഷം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന, 5 വർഷത്തോളം അമ്പലപ്പുഴ നഗരസഭയിൽ ഉണ്ടായിരുന്ന, അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന, ജില്ലാ കൗൺസിലിൽ ആലപ്പുഴയുടെ ജില്ലയുടെ അധ്യക്ഷനായിരുന്ന, 4 തവണ നിയമസഭയിലേക്ക് എത്തിയ, 5 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച, 2 തവണ മന്ത്രിയായ ജി സുധാകരൻ ഇക്കുറി വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ വാസ്തവം. അവിടെയാണ് കോടിയേരിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. എന്താണ്? ഒരു ബോർഡ് മെമ്പറോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും ആകാതെ ഈ പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന 5 ലക്ഷം മനുഷ്യരിലാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്നുള്ളത്. ഇത് മനസ്സിലാകാത്തയാളല്ല ജി സുധാകരൻ സാറ്. സുധാകരൻ സാറിന് തന്നെ അറിയാം, ഈ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് ജി സുധാകരൻ സാർ തന്നെ ഉപയോഗിച്ച പദപ്രയോഗമുണ്ടല്ലോ, പിണറായി സഖാവ് പലപ്പോഴും ഉപയോഗിച്ച പദപ്രയോഗം, ബക്കറ്റിന്റെ തിരയ്ക്ക് കടലിലെ തിരയുടെ ശക്തി ഉണ്ടാവില്ല. അത് പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പാർട്ടി ക്ലാസുകളിൽ ഉദ്ധരിക്കുന്ന വാക്കുകൾ മാർക്സിന്റെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ കോൺഷ്യസ്നസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദെയർ എക്സിസ്റ്റൻസ് ബട്ട് എക്സിസ്റ്റൻസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ കോൺഷ്യസ്നസ്. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പാർട്ടിയായി മാറുന്നത്. നിങ്ങളുടെ ആശയങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ജി സുധാകരനിൽ കണ്ടത്, ജി സുധാകരൻ തന്നെ പഠിപ്പിച്ച പാർട്ടി ക്ലാസ്സിലെ പാഠങ്ങൾ ജി സുധാകരൻ മറക്കുന്നതാണ്. അദ്ദേഹം പാർട്ടി വിട്ടിട്ട് പറയുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. മാനവികനാകാൻ BJP-യിൽ ചേരുന്നത് പോലെ, മതേതരനാകാൻ ലീഗിൽ ചേരുന്നത് പോലെ, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ UDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് പറയുന്നതിലല്ലേ വൈരുദ്ധ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ